ജയിക്കൊന്നുമില്ല. അവന്റെ ജീവിതത്തിൽ അവനെ ഞാൻ പപ്പടം പോലെ ഞാൻ ഞെരിച്ചു കളയും ഞാൻ. ഉം, 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 പപ്പടം പോലെ ഞാൻ വന്നിറങ്ങിയപ്പോ തന്നെ ഞെരിച്ചിട്ടാ ഞാൻ വന്നത്. ഉം, 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 അവനൊരു കാൻഡിഡേറ്റ് അല്ലെന്ന്. അവൻ ആണുങ്ങളോട് മുട്ടണ്ടേ? ഉം, അവൻ ഉം. ആണുങ്ങളോട് മുട്ടിയിട്ടില്ലല്ലോ, അതല്ലേ കുഴപ്പം. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തു കൂടിയായ എറണാകുളം ജില്ലാ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നോട് ഞാനും അധികമായി ഇലക്ഷനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ആ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അത് വളരെ ഗൗരവമായ ഒരു സംഭാഷണമായതുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കാമെന്ന് ഞാൻ കരുതി. അതിൽ ചില ഭാഗങ്ങൾ അദ്ദേഹം എന്നോട് പേഴ്സണലായി പറഞ്ഞിരുന്നു. ആ പേഴ്സണലായി പറഞ്ഞൊരു ഭാഗമാണ് ഞാൻ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. ഞാനിത് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുന്ന മുമ്പ് എൻ്റെ വീഡിയോ എഡിറ്ററോട് ഞാൻ പറഞ്ഞു ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യണം, കാരണം എന്നോട് പേഴ്സണലായി പറഞ്ഞ ഭാഗങ്ങളാണ്, അത് കട്ട് ചെയ്തിട്ട് വേണം പ്രസിദ്ധീകരിക്കാനെന്നാണ് ഞാൻ പറഞ്ഞത്. ഭാഗ്യമോ നിർഭാഗ്യമോ ആകട്ടെ, ആ ഭാഗം കൂടി ചേർത്താണ്, കട്ട് ചെയ്യാതെയാണ് അത് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് എന്നോട് VD സതീശനുമായി ഞാനൊരു ഫോൺ സംഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു ഫോൺ സംഭാഷണം താങ്കൾ പ്രസിദ്ധീകരിച്ചത് ശരിയല്ല, അത് പേഴ്സണലായി സംസാരിച്ച കാര്യങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് സത്യമാണ്. എൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു സംഭാഷണ പിശകാണ്. എൻ്റെ ഭാഗത്തു നിന്ന് വീഡിയോ എഡിറ്ററോട് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം കൃത്യമായി എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാത്തതാണ് കാരണമായി മാറി. ഇത് എടുത്തിട്ട് ധാരാളം ആളുകൾ ഇപ്പോൾ വലിയ പ്രചരണം നടത്തുകയാണ്. ഇപ്പോൾ തന്നെ ദീപ്തി മേരി വർഗീസ് 24 ചാനലിന് കൊടുത്ത ഒരു ബൈറ്റിൽ പറയുന്നത് ഇങ്ങനെ ഒരു പരിവേഷം, ഇത്രയും സ്ത്രീവിരുദ്ധ പരിവേഷം കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ എന്നോട് പേഴ്സണലായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സംഭാഷണം മാത്രമാണ്. അത് വന്നത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ തീർച്ചയായും എൻ്റെ ഭാഗത്തുള്ള പാളിച്ചയാണ്. ഞാൻ അതിൽ പരസ്യമായി തന്നെ മാപ്പ് പറയുകയാണ്. കാരണം എൻ്റെ ഭാഗത്തുള്ള നോട്ടപ്പിശക് കൊണ്ട് മാത്രമാണ് മുഹമ്മദ് ഷിയാസിന് ഈ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം എന്നോട് നേരിട്ട് ഒഫീഷ്യലായി നടത്തിയ ഇൻ്റർവ്യൂ ആയിരുന്നില്ല. അതേസമയത്ത് വളരെ ഗൗരവമുള്ള ഭാഗങ്ങൾ വന്നതുകൊണ്ട് ഞാനത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. കാരണം അദ്ദേഹം നേരിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹം ഗൗരവമായിട്ടാണ് ആ കാര്യങ്ങളെ സംസാരിച്ചത്. ഇലക്ഷനെ കുറിച്ചും എറണാകുളം ജില്ലയിൽ വിജയിക്കുന്നതിനെക്കുറിച്ചും തുടങ്ങിയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. എന്നാൽ തുടക്കത്തിൽ തന്നെ എന്നോട് വളരെ അടുപ്പമുള്ളത് കൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്ന് എന്നോട് പേഴ്സണലായി പറഞ്ഞതാണ്. അത് ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ സംഭാഷണം എൻ്റെ വീഡിയോ എഡിറ്റർ അത് ശ്രദ്ധിക്കാതെ അത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും അത് കട്ട് ചെയ്യാതെ പ്രസിദ്ധീകരിച്ചതാണ് അതിൻ്റെ കാരണം. ഞാൻ അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ്. മുഹമ്മദ് ഷിയാസിൻ്റെ ഭാഗത്ത് ഒഫീഷ്യലായി തന്ന ഒരു ഇൻ്റർവ്യൂ അല്ല ഇത് എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഇത്തരം കാര്യങ്ങൾ കിട്ടുമ്പോൾ കൂടെയുള്ള നേതാക്കന്മാർ ഇങ്ങനെയല്ല മുതലെടുക്കേണ്ടത്. ദീപ്തി മേരി വർഗീസ് ഇതിനു വേണ്ടി 24 ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂ വളരെ മോശമായി പോയി. കാരണം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൂടെ നിൽക്കുന്ന മുഹമ്മദ് ഷിയാസിനോട് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹം തീർച്ചയായും പറഞ്ഞുതരും, ഇത് ഞാൻ ഒഫീഷ്യലായി കൊടുത്തതല്ല, ഞാൻ പേഴ്സണലായി കൊടുത്ത ഒരു കാര്യമായിരുന്നു, ഒന്നുപാറായി സംസാരിച്ച ഒരു കാര്യമായിരുന്നു എന്നുള്ള കാര്യം. ഇതിനെക്കുറിച്ച് ധാരാളം വീഡിയോകൾ റീൽസും വീഡിയോകളും അതേപോലെ FB പോസ്റ്റുകളും പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത്. കൊച്ചിയിലെ സ്ഥാനാർത്ഥി ഷിയാസും ക്രൈം നന്ദകുമാറും തമ്മിലുള്ള ഫോൺ സംഭാഷണം രാഷ്ട്രീയ പ്രതിയോഗികൾ വിവാദമാക്കാൻ ശ്രമിക്കുന്നത് തികച്ചും അനാവശ്യമാണ്. ആ സംഭാഷണത്തെ ശരിയായ രീതിയിൽ വിലയിരുത്തിയാൽ അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന് കാണാം. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് തൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ മാക്സി രാഷ്ട്രീയമായി പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹത്തിന് തനിക്കൊരു വെല്ലുവിളിയാകാൻ കഴിയില്ലെന്നുമാണ് പപ്പടം പോലെ തവിട് പൊടിയാക്കുമെന്ന പ്രയോഗത്തിലുള്ള ഷിയാസ് ഉദ്ദേശിച്ചത്. ഇത് തികച്ചും രാഷ്ട്രീയപരമായ ഒരു ആത്മവിശ്വാസം മാത്രമാണ്, കായികപരമായ വെല്ലുവിളിയല്ല. ശാരീരികമായി വലിയ പ്രകൃതമുള്ള ആജാനുബാഹുവായ മാക്സിയെ ഷിയാസ് കായികമായി വെല്ലുവിളിച്ചു എന്ന് പറയുന്ന യുക്തിക്ക് നിരക്കാത്തതാണ്. രാഷ്ട്രീയമായ മേൽക്കൈയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഷിയാസോ മാക്സിയോ മട്ടാഞ്ചേരിക്കാരല്ല, എങ്കിലും ഇരുവർക്കും അവിടെ വലിയൊരു ജനപിന്തുണയുണ്ട്. മട്ടാഞ്ചേരിയുടെ പേര് പറഞ്ഞ് ഇത്തരം വെല്ലുവിളി വീരവാദങ്ങൾ നടത്തുന്ന ആ പ്രദേശത്തിൻ്റെ സംസ്കാരം ചേരുന്നതല്ല. ഇതൊരു പരസ്യ പ്രസ്താവനയല്ല, മറിച്ച് ഒരു സുഹൃത്തെന്ന നിലയിൽ നന്ദകുമാറിന് നടത്തിയ സ്വകാര്യ സംഭാഷണമാണ്. എന്നാൽ കൂടെ നിൽക്കുന്നവരുടെ വിശ്വാസത തിരിച്ചറിയുന്ന ഷിയാസിന് സംഭവിച്ച ജാഗ്രതക്കുറവാണ് ഈ പുറത്താക്കാൻ കാരണം. ജാഗ്രത വേണം. തെരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയായാലും രാഷ്ട്രീയത്തിൽ ഇത്തരം ചതിക്കുഴികൾ ഇനിയും ഉണ്ടായിരിക്കാം. അതിനാൽ വരും ദിവസങ്ങളിൽ ഷിയാസ് കൂടുതൽ ജാഗ്രത പുലർത്തുന്ന നന്നായിരിക്കും എന്ന് പറഞ്ഞുള്ള ഒരു കുറിപ്പാണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? നവാസ് കുഞ്ഞ് മുഹമ്മദ്. അദ്ദേഹം പറഞ്ഞത് 100% സത്യസന്ധമാണ്. അതോടൊപ്പം എൻ്റെ ഭാഗത്ത് വന്ന പാകപ്പഴയാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് ഒഫീഷ്യലായിട്ടായിരുന്നില്ല, പക്ഷേ എനിക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹം പേഴ്സണലായി പറഞ്ഞ കാര്യങ്ങൾ കട്ട് ചെയ്യാൻ പറഞ്ഞത്, കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് വേണം, വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേണം പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ തകരാറ് തന്നെയാണ്. കാരണം എൻ്റെ വീഡിയോ എഡിറ്റർ കൃത്യമായി ചെയ്യാത്ത കുറ്റം എൻ്റേത് തന്നെയാണ്. അതിൽ
ഞാൻ മുഹമ്മദ് ഷിയാസിനോടും അതേപോലെ തെറ്റിദ്ധരിച്ച എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണെന്നും കൂടി. അപ്പോൾ ഈ സംഭാഷണത്തിൽ അദ്ദേഹം തീർച്ചയായും രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ പറഞ്ഞത്. ആ ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് മറ്റു ഭാഗങ്ങൾ ഞാൻ വെട്ടി ഒഴിവാക്കിയിരുന്നു. ആ വെട്ടി ഒഴിവാക്കിയ ഭാഗങ്ങൾ അടങ്ങിയ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒരിക്കൽ കൂടി ഞാൻ പ്രസിദ്ധീകരിക്കുകയാണ്. കാരണം അതിൽ ഇത്തരം സംഭാഷണങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എന്നോട് ഷിയാസ് ഈ കാര്യത്തിൽ എന്നോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് ന്യായമാണ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ന്യായമാണ്, അത് അംഗീകരിച്ചുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദീപ്തി വർഗീസിനെ പോലുള്ള ആളുകൾ പക്വതയോടുകൂടെ പെരുമാറണം. എന്താണ് പറ്റിയതെന്ന് ഷിയാസിനോട് ചോദിച്ചാൽ ഷിയാസ് പറഞ്ഞുതരും, എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം ഷിയാസിൻ്റെതായ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല. കാരണം ഞാൻ അദ്ദേഹത്തോട് നേരത്തെ തന്നെ ഇത് ഞാൻ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ബൈറ്റാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം കൃത്യമായി ഒഫീഷ്യലായി സംസാരിക്കുമായിരുന്നു. മറ്റേത് സാധാരണ അദ്ദേഹം ഒരു സുഹൃത്ത് എന്ന നിലയിൽ പറഞ്ഞ കാര്യം മാത്രമാണ് അത്തരം കാര്യങ്ങൾ, പരാമർശങ്ങൾ. അങ്ങനെയുള്ള ഭാഗങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടല്ല ഞാൻ കട്ട് ചെയ്തത്. ഇനിയും ഏതെങ്കിലും ഭാഗങ്ങൾ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ ഭാഗം കൂടി ഞാൻ കട്ട് ചെയ്യുന്നതായിരിക്കും. കട്ട് ചെയ്ത വീഡിയോ കൂടി ഒന്ന് കേൾക്കാം. നമസ്കാരം. നമസ്കാരം. പറ, എന്താണ് എറണാകുളത്തെ കുറിച്ച് പറയാനുള്ളത്? എറണാകുളം നമ്മൾ എല്ലാ സീറ്റും ജയിക്കും. CPM പറയുന്ന 5 സീറ്റ് അല്ലെങ്കിൽ 6 സീറ്റ് അവര് ജയിക്കുന്നാണല്ലോ പറയുന്നത്. ഒരു തരത്തിലും അത് അവരെ വ്യാജ കണക്കാണ്. അവരെ യോഗത്തിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്താണ് അറിഞ്ഞത്? യോഗത്തിലുണ്ടായത് അവര് തന്നെ നെഗറ്റീവാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇവര് സ്ഥാനാർത്ഥിമാരും മറ്റവരും റിപ്പോർട്ട് ചെയ്തത് അവ്യക്തമായിട്ട് അവർക്കൊരു ക്ഷീണം ഉണ്ടാകരുത് എന്നുള്ള തരത്തിലുള്ള ഒരു കണക്കാണ് അവതരിപ്പിച്ചത്. ക്ഷീണം ഉണ്ടാവരുത് എന്നുള്ള തരത്തിലുള്ള ഒരു കണക്ക് അവതരിപ്പിച്ചത്രേ ഉള്ളൂ. കൊച്ചിയിൽ താങ്കൾ 10,000 വോട്ടിന് തോൽക്കുമെന്നാണല്ലോ അവര് പറഞ്ഞത്. എന്താണ് പറയാനുള്ളത്? കൊച്ചിയില് എന്റെ ഇവിടെ കണക്ക് കൂട്ടിയ UDFന്റെ അവലോകന യോഗത്തിൽ കണക്ക് കൂട്ടിയത് 17,500 17,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മുഹമ്മദ് ഷിയാസ് വിജയിക്കും കണക്ക് കൂട്ടിയത്. മിനിമം നമ്മള് അതിന്റെ ഒരു പകുതി, അതായത് 10, അതായത് ഒരു 5-നും 10-നും ഇടക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 5-നും 10-നും ഇടക്ക്. എന്റെ ഒരു കണക്ക് അതിനൊക്കെ അപ്പുറത്താണ്. അതിനപ്പുറത്താണ് എന്റെ ഒരു കണക്ക്. പക്ഷെ നമ്മള് അത് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ശരിയല്ലല്ല. ഈ ഇവര് പറയുന്ന പ്രധാനപ്പെട്ട ജയിക്കൊന്നുമില്ല, മാക്സിമം ജയിക്കൊന്നുമില്ല. പ്രായമായ അമ്മച്ചിമാര് അവര് പറയുന്നത് ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് മറ്റേ പണ്ട് കാള മറ്റേ ഇതുണ്ടല്ല, ഇരട്ടക്കാള, ആ കാളയിൽ വോട്ട് ചെയ്ത് വന്ന പാരമ്പര്യമുള്ളവരാണ് ഞങ്ങള്. ഞങ്ങൾ ഇനിയിപ്പൊ CPM വോട്ട് ചെയ്യാൻ പോവല്ലേ, അതും പിണറായി വിജയൻ. മോന് വല്ല ഭ്രാന്തും ഉണ്ട് എന്നും പറഞ്ഞ് അയ്യോ ഭീകരമായിരുന്നു. ഞാൻ പോയ സ്ഥലങ്ങളിൽ എന്താണെന്നറിയാമോ? കോൺഗ്രസ്സുകാരായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ കാലങ്ങളായി കൈക്ക് വോട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾ കോൺഗ്രസ് ആണ്, ഞങ്ങൾ കൈക്കേ വോട്ട് ചെയ്യുള്ളൂ. ഒന്ന് ധൈര്യപ്പെട്ട് പോയിക്കും. പിന്നെ LDFന് വോട്ട് ചെയ്ത് CPMന് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവര് പറയുന്നത് ഇത്തവണ ഒരു മാറ്റം വേണം, ഒരു ചേഞ്ച് ഇല്ലെങ്കിൽ ശരിയാവൂല, അല്ലെങ്കിൽ ഇത് ആകെ തകർന്നു പോകും, ഒരു മാറ്റം അനിവാര്യമാണ്, മോൻ ധൈര്യപ്പെട്ട് പോയിക്കോ. ഇതാണ് ഉണ്ടായിരുന്ന അഭിപ്രായം. അത് ഭൂരിഭാഗം പറഞ്ഞത് സ്ത്രീകളാണ്. നമ്മൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറുമ്പോ പുരുഷന്മാര് വീട്ടിലില്ലല്ലോ, സ്ത്രീകളല്ലേ വീട്ടിലുള്ളത്. അവരുടെ അഭിപ്രായമാണത്, ഒരു കുടുംബങ്ങളുടെ അഭിപ്രായമാണത്, സ്ത്രീകളുടെ മാത്രം അഭിപ്രായമല്ല. ഇപ്പൊ ഇത്തവണ 14-ൽ 14 താങ്കളുടെ ജില്ലയിൽ കിട്ടുന്നത്. യെസ്, 14-ൽ 14 സീറ്റും. അപ്പൊ രാജീവൊക്കെ തോറ്റ് തുന്നം പാടും. എത്ര വോട്ടിന് നോക്കും രാജീവ്? രാജീവൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 5 മുതൽ 8 വോട്ടിനിടക്ക് വരെ രാജീവ് തോക്കും. ഈ തൃപ്പൂണിത്തുറ എന്തായി തീരും? തൃപ്പൂണിത്തുറൊക്കെ നമ്മള് നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിന്. ഈ കെ എൻ ഉണ്ണികൃഷ്ണൻ അവിടെ ജയിക്കുമെന്നും പറഞ്ഞിട്ട് പുള്ളി വല്ല അവകാശവാദമുണ്ട്. പുള്ളി പറഞ്ഞത് പുള്ളി മാത്രമേ ജയിക്കുള്ളൂ എന്നാണ് ജില്ലയിൽ, വേറെ ആരും ജയിക്കൂല എന്ന് പറയണം. രാജീവ് ഒരു തെറ്റു പോകുന്നതാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. പക്ഷെ ഉണ്ണി തോക്കൂടാ. ഉണ്ണി പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രശ്നങ്ങളില്ല, ഗ്രൂപ്പ് അവരുടെ ഇടയിലുള്ള തർക്കങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു നമുക്കൊരു ഹിന്ദു വോട്ടില് BJP ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ വോട്ടൊക്കെ നമുക്ക് കിട്ടും, മറ്റേ ഇതില്ലാത്തത് കൊണ്ട്, BJP സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട്, താമര ഇല്ലാത്തത് കൊണ്ട്. പിന്നെ ഇഴവ വോട്ടിന്റെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്, മുസ്ലിം വോട്ടിന്റെ
മുസ്ലിം ക്രിസ്ത്യൻ വോട്ടിന്റെ ഒരു കൺസോൾട്ടേഷൻ അത് എല്ലായിടത്തും ഉണ്ട്. കേരളം മുഴുവൻ ഉണ്ട് അത്. ആ ഈ കുന്നത്തുനാട് നമ്മള് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സ്ഥലമാണ് അവിടെ. എന്തായിരിക്കും അവിടെ സജീവന്റെ കുന്നത്തുനാടൊക്കെ ഒരു 10-നും 15-നും ഇടയ്ക്ക് ചെയ്യും. ഓ, നല്ല ഭൂരിപക്ഷമായിരിക്കും. നല്ല ഭൂരിപക്ഷം. അപ്പൊ താങ്കൾ DCC പ്രസിഡന്റ് ആയിട്ടുള്ള എറണാകുളം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്? ഒരിക്കലും ഇല്ല. 14 കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഇത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ആണ്. 2020 ഏറ്റവും കൂടുതൽ വർക്ക് നടത്തിയ ഒരു സമയം പാർലമെന്റ് ഇലക്ഷനാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ ശത്രു ബെന്നി ബെഹനാനാണ് മത്സരിച്ചത്. അപ്പൊ അവര് പണം മുടക്കേണ്ടടുത്ത് പണം മുടക്കി, ആളിറക്കേണ്ടടുത്ത് ആളിറക്കി, കിറ്റ് കൊടുക്കേണ്ടടുത്ത് കിറ്റ് കൊടുത്ത് അവര് സകല പരിശ്രമവും നടത്തിയവര് അവിടെ ഒന്നാമതാകാൻ കുന്നത്തുനാട്. പക്ഷെ 6500 വോട്ടിന് UDF ബെന്നി ബെഹനാൻ ലീഡ് ചെയ്ത് കുന്നത്തുനാട്. അന്ന് അവന്റെ പതനം തുടങ്ങി. പാർലമെന്റ് ഇലക്ഷനിൽ 14 നിയോജകമണ്ഡലത്തിലും UDF ലീഡാണ്. എറണാകുളത്ത് ചരിത്ര ഭൂരിപക്ഷം 2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം എറണാകുളം പാർലമെന്റിൽ. കോതമംഗലത്തും മൂവാറ്റുപുഴയും അതിന് മുമ്പത്തെ 2019 പാർലമെന്റ് ഇലക്ഷന്റെ അതേ ലീഡ് തന്നെ കിട്ടി നമുക്ക്. അതായത് എറണാകുളം UDFന്റെ പൊന്നാപുരം കോട്ടയാണെന്നുള്ളത് നിലനിർത്തുമെന്നാണ് പറയുന്നത്. അതെ, ലോക്കൽ ബോഡി ഇലക്ഷനിൽ 87% വിജയം. 1667 പേരാണ് ഞങ്ങളുടെ ലോക്കൽ ബോഡി അംഗങ്ങൾ 2220. അപ്പൊ അത്രം പേര്, അത്രം ജനപ്രതിനിധികൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഫീൽഡിൽ ഇറങ്ങി. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇലക്ഷൻ വർക്ക്. അപ്പൊ നമ്മൾ അവർക്ക് കൊടുത്ത ഡയറക്ഷൻ അവർക്ക് ഇനി 100 വോട്ടാണോ 200 വോട്ടാണോ ഭൂരിപക്ഷം, അതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ നമുക്ക് അവിടെ UDF സ്ഥാനാർത്ഥിക്ക് വാങ്ങി കൊടുക്കണം എന്നുള്ളതായിരുന്നു. ചരിത്ര ഭൂരിപക്ഷമാണ് UDFന് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അപ്പൊ നമ്മൾ പ്രവചിച്ചിരുന്നതാണ്. അതും ലോക്കൽ ബോഡി ജനങ്ങളെ നോക്കി മാത്രം വോട്ട് ചെയ്തതല്ല, ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധ വോട്ട് കൂടിയായിരുന്നു ലോക്കൽ ബോഡി. അപ്പൊ ഈ മറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിനെതിരായി വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ആ അവസരം ജനങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി. അപ്പൊ അതുകൊണ്ടാണ് ഒരു 4000 മുതൽ 6000 വോട്ട് വരെ എല്ലാ സ്ഥലത്തും. കൊച്ചിയിൽ മാത്രം 5000-ഓളം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 3000 ചെല്ലാൻ സ്ത്രീകളുടെ വോട്ടാണ് കൂടുതൽ. 3000 ചെല്ലാൻ വോട്ട്. വീട്ടിലിരിക്കുന്ന കുടുംബിനികളായിട്ടുള്ള സ്ത്രീകൾ ഈ സർക്കാരിന് എതിരാണ്, ഭീകരമായി എതിരാണ്. അപ്പൊ അവരുടെ വോട്ട്, ഭൂരിഭാഗം വോട്ടും UDFനാണ് ഇത്തവണ കിട്ടുക. അത് രാഷ്ട്രീയം നോക്കിയിട്ടോ ആളെ നോക്കിയിട്ടോ അല്ല, ജനങ്ങളുടെ പ്രതിഷേധ വോട്ട് കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അസസ്മെന്റ് പറയുന്നത്. പിന്നെ നമുക്ക് ഫീൽഡിൽ പോയി, ഇപ്പൊ ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, DC പ്രസിഡന്റ് മാത്രമല്ല, നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ നമുക്ക് നേരിട്ട് കിട്ടുന്ന ഒരു ഫീൽ അതാണ്. ഈ CPM അണികളിൽ എത്രമാത്രം ഇത്തവണ UDFന് അനുകൂലമായി വോട്ട് ചെയ്യും? CPM അണികള് എനിക്ക് തോന്നുന്നത് ഒരു 10 to 20% CPM അണികൾ നമുക്ക് വോട്ട് ചെയ്യും. എന്തൊക്കെ കാലങ്ങളായി CPMന് വോട്ട് ചെയ്യുന്ന ഇടതനുഭാവികളായിട്ടുള്ള CPM ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് വോട്ട് ചെയ്യുന്നതാണ്. 10 to 15% തോൽവിയായിരിക്കും അവർക്ക് ഉണ്ടാകുക. ഈ താങ്കള് പിന്നെ ഈ ഫീൽഡിൽ കംപ്ലീറ്റ് പഠിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ജനങ്ങളിടയിൽ ഉണ്ടായിരുന്നത് ഈ ഗവൺമെന്റിനെതിരെയുള്ളത്? ഈ ഗവൺമെന്റ് തുടർ ഭരണം കിട്ടിയിട്ട് ഒന്ന് മുഖ്യമന്ത്രിയോടുള്ള അമിതമായിട്ടുള്ള എതിർപ്പ്, വെറുതെ എതിർപ്പല്ല, മുഖ്യമന്ത്രിയോട് ഒരു വല്ലാത്ത എതിർപ്പാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. ഒന്ന്, ഒരു 10,000 പോലീസിന്റെ അകമ്പടിയോട് കൂടിയിട്ടുള്ള പുള്ളിയുടെ യാത്ര, ധാർഷ്ട്യം നിറഞ്ഞ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം, പോലീസിന്റെ വടിവെട്ടുള്ള പ്രവർത്തനം, പ്രതിഷേധിക്കുന്നവരെ ക്രൂരമായി ആക്രമിക്കുന്നു, റോഡുകളിൽ നിന്ന് ആളുകളെ പിടിച്ചുകൊണ്ടുപോകുന്നു, കറുത്തുടുപ്പിട്ട ആളുകളെ വഴിവക്കിൽ നിന്ന് പിടിച്ചു മാറ്റുന്നു, അവരെ പിടിച്ചുകൊണ്ടുപോകുന്നു. അപ്പൊ ഒരു വല്ലാത്ത രീതിയിൽ ഈ സർക്കാരിന് ആഭ്യന്തര വകുപ്പ് ദുരുപയോഗം ചെയ്തു മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്നുള്ളൊരു ഫീല് ജനങ്ങൾക്കിടയിലുണ്ട്. രണ്ടാമത്തേത്, ഈ പറയുന്ന BJP ഈ ഇത്ര അഴിമതിയും ഈ മറ്റേ അമ്പലം കൊള്ള നടത്തി അയ്യപ്പന്റെ സ്വർണം കട്ട് എല്ലാം ചെയ്തിട്ടും അവരെ സംരക്ഷിച്ചത് ഇവര്
കൂട്ടുപ്രതി ആയതുകൊണ്ടാണ്, പാർട്ടിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് അവരെ സസ്പെൻഡ് ചെയ്യാത്തത് പോലും എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അഴിമതി, എല്ലാ തലങ്ങളിലുള്ള അഴിമതി, പിന്നെ സർക്കാരില്ലായ്മ ഉണ്ട്. ഒരു നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം ഈ പെൻഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോമിനലായി കൂട്ടിയത് വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പൊ കഴിഞ്ഞ തവണ കിറ്റ് തന്ന് ഞങ്ങളുടെ വോട്ട് വാങ്ങിച്ചവര് ഇത്തവണ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റ് പെൻഷനുകളൊക്കെ നിസ്സാരമായ പൈസ കൊടുത്ത് ജനങ്ങളുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി. അതാണ് ലോക്കൽ ബോഡിയിൽ എഫക്ട് ചെയ്തത്. അത് ഭീകരമായി എഫക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊഴിലില്ലായ്മ, പിൻവാതിൽ നിയമനം ഭീകരമായി നടക്കുന്നു എന്നുള്ളത് ജനത. അപ്പൊ പാർട്ടിക്കാരെ മാത്രമാണ് നിയമിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ SFIക്കാര് പരീക്ഷ എഴുതാതെ പാസ്സാകുന്നു, അവർക്ക് ഉയർന്ന മാർക്ക് വാങ്ങി കൊടുക്കുന്നു. ഈ പറഞ്ഞതുപോലെ ജനം, നമ്മുടെ പിള്ളേര് നന്നായി പോയി പഠിച്ച് പരീക്ഷ എഴുതിയാലും അവരെക്കാൾ കൂടുതൽ ഉയർന്ന മാർക്ക് വാങ്ങുന്നത് ഒരക്ഷരം പഠിക്കാതെ പരീക്ഷ എഴുതാതെ പരീക്ഷ പാസ്സാകുന്ന SFIക്കാരാണ്. അപ്പൊ എല്ലാ തലത്തിലും പാർട്ടിയാണ് എന്നുള്ള ഒരു ഫീൽ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ആശാവർക്കർമാരുടെ സമരം, അടിസ്ഥാന വിഭാഗങ്ങളായിട്ടുള്ള ആശാവർക്കർമാരെ, അംഗൻവാടി, ഈ തൊഴിലുറപ്പ് തൊഴിലാളികള്, അതുപോലെ തന്നെ ഈ മറ്റേ ഈ സ്കൂളുകളിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആയമാര്, അവരുടെ ഒന്നും ശമ്പളമോ ആനുകൂല്യങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കുന്നത് വലിയ പ്രതിഷേധം. സർക്കാർ ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചു. അത് സർക്കാർ ജീവനക്കാർക്ക് ഇടക്കുണ്ടാക്കിയ ഒരു അസഹിഷ്ണുത ചെറുതല്ല. അത് അവര് ഭീകരമായി ആഞ്ഞടിക്കും. ഭീകരമായിട്ട് അവരൊരു ഭയങ്കര മൗത്ത് പബ്ലിസിറ്റി ഉണ്ട് അവരുടെ സർക്കാർ ജീവനക്കാരുടെ. സർക്കാർ മാറും, ഉറപ്പായിട്ടും മാറും എന്നുള്ളത്. ഇത്തരത്തിൽ എല്ലാ വിഭാഗം ആളുകളെ, ചെറുപ്പക്കാരെ ആരും ഇവിടെ ഇല്ല, എല്ലാവരും നാട് വിട്ടു പോകുന്നു. ചെറുപ്പക്കാർക്കെതിരാണ്. റോഡിലിറങ്ങിയ ബൈക്ക് പിടിക്കുക, ഫൈൻ അടക്കുക, ഹെൽമറ്റ് ഇല്ല, മറ്റതില്ല, മറിച്ചതില്ല. അപ്പൊ ഒരു വല്ലാത്ത അസഹിഷ്ണ. ഈ പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും അവസാനത്തെ ഈ വണ്ടി മോഡിഫൈ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, വണ്ടി മോഡിഫൈ ചെയ്യുന്ന സംഭവം, അതിനകത്ത് പിള്ളേരുടെ ഒരു ഭയങ്കരമായി, അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോവാത്ത പിള്ളേര് സെറ്റ് ഉണ്ടല്ലോ, ഏകദേശം 50 ലക്ഷത്തിലും മേലെ ആൾക്കാർ കണ്ടു എന്നല്ലേ? അപ്പൊ അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി ഇമ്പാക്ട് ചെറുതല്ല. അത് നമ്മൾ ഇൻസ്റ്റയിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ചെറുപ്പക്കാരുടെ ഇൻസ്റ്റയില്, ഫേസ്ബുക്കിൽ അത് കാണാൻ പറ്റില്ല. ഇൻസ്റ്റയിൽ ഭീകരമായി പ്രതിപക്ഷ നേതാവിന്റെ ആ സാധനം ഓടി. അപ്പൊ പിള്ളേരുടെ മനസ്സറിഞ്ഞിട്ടുള്ള ഒരു സാധനം ചെയ്യും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നേതാവാണ് വരുന്നത് എന്നുള്ളൊരു ഫീല് പബ്ലിക്കിനടക്കം പിള്ളേർക്ക്, പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് അടക്കമുണ്ട്. അത് നമുക്ക് നന്നായി ഗുണം ചെയ്യും ആ സാധനമൊക്കെ. എന്തായാലും താങ്കൾ വളരെ സന്തോഷവാനായിട്ടാണ് കാണുന്നത്. എറണാകുളത്ത് എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രി എന്നും കരുതാം അല്ലേ? അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടതാണ്. ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ ഒരു വിവാദത്തിലില്ല കേട്ടാ. ഓക്കെ താങ്ക് യു.